ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം. ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, ജീവനക്കാരുടെ അഹംഭാവം നിർത്തലാക്കുക, എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കുക, റെഫറൻസ് സംവിധാനം നിർത്തലാക്കുക, മാലിന്യപ്പാണ്ട് ഉടൻ തന്നെ പ്രവർത്തനസജ്ജമാക്കുക, ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക. ഗുജറാത്തിലെ വഞ്ചിക റെയിൽവേ സ്റ്റേഷനിൽ ചായ വെച്ചുകൊണ്ട് നടന്നിട്ടുള്ള നരേന്ദ്രമോദി 2014 ഇവിടെ മത്സരിച്ചപ്പോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോ ഇടതുപക്ഷക്കാരൻ പറഞ്ഞു അദ്ദേഹം മരണത്തിന്റെ വ്യാപാരിയാണ്, വോട്ട് കൊടുക്കരുത്, ബിജെപിക്ക് വോട്ട് കൊടുക്കരുത്, എന്റെ അധികാരത്തിൽ വരത്തില്ല. 30 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി 282 സീറ്റ് നേടിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ പാർട്ടി ബിജെപി മുന്നണി NDA 303 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നു. 2019 വീണ്ടും ഇവർ പറഞ്ഞു ഇനി നരേന്ദ്രമോദിയെ കായികരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മെഡിക്കൽ കോളേജിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന MLA അല്ല, സ്വന്തം കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അഷ്ടമണി ഹോസ്പിറ്റലിനെയും അതുപോലെ തന്നെ CPM പിണറായി വിജയൻ അദ്ദേഹം ശ്രമിക്കുന്നത് NS ഹോസ്പിറ്റലിനെ എങ്ങനെ വളർത്താം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇവിടെ പാവപ്പെട്ടവന് ചികിത്സ ലഭിക്കേണ്ട സ്കാനിങ്, എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇവിടുത്തെ ഡോക്ടർമാർ അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സുമാർ അവരൊക്കെ നിർബന്ധിക്കുന്നത് സ്വകാര്യ ലാബുകളിലേക്ക് പോകാൻ. സ്വകാര്യ ലാബുകൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കി കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇവിടെ എങ്ങനെ വികസിക്കും? നമ്മുടെ രാജ്യത്ത് PSA ബോർഡ് എല്ലാ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും കെട്ടിടമടക്കം എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് PSA ബോർഡ് സംസ്ഥാന ഗവൺമെന്റിന് ഈ മെഡിക്കൽ കോളേജ് കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ MLAയോ ഇവിടുത്തെ MPയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും മുൻകൈ എടുത്തിട്ടല്ല ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. മറിച്ച് PSA ബോർഡ് അന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എല്ലാ സൗകര്യത്തോടും കൂടി ഈ മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആവശ്യത്തിന് സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ടോ? ഒരു മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ആ ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പോഴും ഈ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ല. OPയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. OPയിൽ പലപ്പോഴും 3ാമതും 4ാമതും വർഷത്തിൽ ഇവിടെ പഠിക്കുന്ന MBBS വിദ്യാർത്ഥികളെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അവിടെ യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാരെ, വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് MBBSന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് OPയിലും IP-യിലും ഇരിക്കുന്ന ഗതികേടിലേക്ക് ഇന്ന് ഈ മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുട്ടുവേദനയ്ക്ക് വന്ന ആളിനെ കൈ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഈ മെഡിക്കൽ കോളേജ് മാറിയത്. അതുകൊണ്ട് BJP പാരിപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥയ്ക്ക്, ദയനീയമായ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ ധർണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. 8 വർഷം മുമ്പ് സ്ഥാപിതമായ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇന്ന് രോഗികൾക്ക് യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യവും കിട്ടാത്ത രീതിയിലുള്ള ദയനീയമായ അവസ്ഥയിലാണ്. ഒരു സിറിഞ്ച് പോലും രോഗി വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ. ഒരു മെഡിസിനും രോഗികൾക്ക് കിട്ടുന്നില്ല. ICU കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനം ഇപ്പോൾ പോലും ഈ മെഡിക്കൽ കോളേജിൽ തുടങ്ങിയിട്ടില്ല. OPയിൽ വരുന്ന രോഗികളെ പരിശോധിക്കുന്നത് ഇപ്പോൾ MBBSന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിർബന്ധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫലപ്രദമായ ചികിത്സ
സാധാരണക്കാർ പാവപ്പെട്ടവരായ രോഗികൾക്ക്, ഇവിടെ ആശ്രയിക്കുന്ന രോഗികൾക്ക് ലഭിക്കുന്നില്ല. ഇവിടെ വരുന്ന ഏതൊരു രോഗിയെയും തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയാണ്. ഈ ജില്ലയിലെ അത്തരം ഹോസ്പിറ്റലുകൾ നടത്തുന്നത് CPM-ൻ്റെയും CPI-യുടെയും ഉന്നതന്മാരായ നേതാക്കന്മാരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സൗകര്യവും സംസ്ഥാന സർക്കാർ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചെയ്തു കൊടുക്കാതിരിക്കുന്നത്. ഇതിൽ വലയുന്നത് സാധാരണക്കാർ, പാവപ്പെട്ട തൊഴിലാളികൾ, അത്തരം രോഗികളാണ് വലയുന്നത്. അവരുടെ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭണ പരിപാടികൾക്ക് BJP നേതൃത്വം കൊടുക്കും. മാത്രമല്ല, ഒരു മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം പോലും ഇല്ലാതാക്കുവാനുള്ള പരിശ്രമവും കൂടിയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ നടത്തുന്നത്. ഇത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെഡിക്കൽ കോളേജായി മാറണമെന്നുള്ള ഇവിടുത്തെ ജനകീയ അഭിലാഷം, ആ അഭിലാഷം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് BJP-യുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭണ പരിപാടി തുടക്കം കുറിച്ചത്. ഇത് വിജയം കാണും വരെ ഈ ജനകീയ പ്രക്ഷോഭണ പരിപാടിയുമായി BJP മുന്നോട്ട് പോകും.